നമസ്കാരം എല്ലാവർക്കും. ഞാൻ കവിരാജാണ്, അമ്പലപ്പുഴയിൽ നിന്നും. എൻ്റെ അർമേനിയൻ യാത്രയുമായി ബന്ധപ്പെട്ട 7ാമത്തെ എപ്പിസോഡ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കഥ, അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം പറയുകയാണെങ്കിൽ, അർമേനിയയിൽ ക്രിസ്തുമതം ഉണ്ടായത് വേണമെങ്കിൽ 6 മീറ്റർ താഴ്ചയുള്ള ഒരു കുഴി അല്ലെങ്കിൽ ഒരു തടവറയിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതങ്ങനെയാണ് ചരിത്രങ്ങൾ സംസാരിക്കുന്നതും പറയുന്നതും. നമ്മൾ അത് നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. ആ കുഴിയുടെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കഥകളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ അർമേനിയയുടെ ആത്മീയതയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ ചരിത്ര സ്മാരകത്തെയും ഈ സംഭവത്തെയും അടിസ്ഥാനമാക്കി ഞങ്ങളുടെ ലോക്കൽ ഗൈഡ് വീണ ഞങ്ങൾക്ക് കുറേയധികം വിവരങ്ങൾ തന്നിരുന്നു. എങ്കിൽ കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എഴുത്തുകാരനായ നൗഷാദിൻ്റെ സംഭാഷണത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. കൂടുതൽ ഈ അർമേനിയൻകാരെന്ന് പറയുന്നത് പണ്ട് സ്വരാസ്ട്രിയൻ മതസ്ഥരായിരുന്നു. നമ്മൾ അഗ്നി ആരാധകർ എന്ന് പറയുന്നത് മതസ്ഥരായിരുന്നു. ഇവിടെ ഉണ്ട് ഈ അസർബൈജാനിലൊക്കെ ഈ അഗ്നി ആരാധകരാണ്. ഭൂമിൻ്റെ അടിയിൽ അഗ്നി ഉണ്ടായിരുന്ന രാജ്യങ്ങൾ. അവരെ മുഴുവൻ തന്നെ ക്രിസ്ത്യാനിസത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആളാണ് ഗ്രിഗറി ദ ഇലുമിനേറ്റർ. ഇന്നലെ നമ്മൾ പോയി കണ്ട, മുകളിൽ പോയി കണ്ട ഇതൊക്കെ. ആ ഗ്രിഗറിയെ ഇവിടുത്തെ രാജാവ് ത്രിഡാക്സ് മൂന്നാണ്. ഈ ഗ്രിഗറിയെ അദ്ദേഹം ഈ അഗ്നി ആരാധകരുടെ രാജാവാണ്. അവരെ അറസ്റ്റ് ചെയ്തു, തടവിലാക്കി. ആ തടവിലാക്കിയത് ഇവിടെ 13 വർഷക്കാലമാണ് ഗ്രിഗറി ദ ഇലുമിനേറ്റർ, ദ സെയിന്റ് ഗ്രിഗറിയെ ഈ രാജാവ് തടവിലിട്ടത്. ആ തടവിലിട്ട പ്രിസണാണ് ഇത്. അല്ല, ഇവരെ അദ്ദേഹത്തിന് 13 കൊല്ലം കഴിയുമ്പോഴേക്ക് അദ്ദേഹം മരിച്ചു പോകേണ്ടതാണല്ലോ സ്വാഭാവികം. പക്ഷെ അദ്ദേഹം മരിച്ചില്ല. കാരണം അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പെൺകുട്ടിയെ. രാജാവ് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് സുന്ദരിയായിരുന്നു. പക്ഷെ അവള് സ്വീകരിച്ചില്ല. കാരണം അവളൊരു ക്രിസ്ത്യാനിയായിരുന്നു. അവൾക്ക് ഈ ക്രിസ്ത്യാനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ രാജാവിൻ്റെ ഭാര്യ അസുഖം ബാധിച്ച് കടന്ന സമയത്ത് ഈ പെണ്ണ് പറഞ്ഞു രാജാവിനോട്, ഇയാളുടെ കയ്യിൽ അതിനുള്ള ഹീലിംഗ് ഉണ്ട്, അതിനുള്ള ചികിത്സയുണ്ട് ആ ഗ്രിഗറിയുടെ കയ്യിൽ. അങ്ങനെ ഗ്രിഗറിയുടെ കയ്യിൽ അപ്പോൾ ഗ്രിഗറിയെ രാജാവ് മോചിപ്പിച്ചു. ഇതിലേക്ക് ഇവരെ കൊണ്ടുവന്ന് ഗ്രിഗറി അതിനെ സുഖപ്പെടുത്തി. പിന്നീട് ക്രമേണ ഈ അർമേനിയൻ പ്രദേശം മുഴുവൻ തന്നെ ക്രിസ്ത്യാനിസത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ കൊടുത്തിരുന്ന അവര് അല്ലല്ല, രാജാവിന്റെ സഹോദരിയാണ് 13 വർഷക്കാർ ഇയാൾക്ക് രാജാവ് ഒരു സ്ത്രീനെ സ്നേഹിച്ചിരുന്നു. അവര് ഇയാളെ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് സുഖമില്ലാതെ കിടപ്പിലായത് രാജാവ്. വിഷപ്പാമ്പുകളും പ്രാണികളും നിറഞ്ഞ നമ്മളിപ്പോൾ കാണുന്ന ഈ ഇരുണ്ട കുഴിയിൽ 13 വർഷത്തോളമാണ് അദ്ദേഹം കഴിഞ്ഞത്. രാജാവ് ഗിരിഗിരി മരിച്ചു എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഒരു ഭക്തയായ സ്ത്രീ രഹസ്യമായി ആ കുഴിയിലേക്ക് എല്ലാ ദിവസവും ഓരോ അപ്പം ഇട്ടുകൊടുത്തു എന്നും അത് കഴിച്ചാണ് അദ്ദേഹം ജീവൻ നിലനിർത്തിയെന്നുമാണ് ചരിത്രം പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ആ കുഴിയിലേക്കാണ് അദ്ദേഹത്തെ താമസിച്ചിരുന്നത്. ഇതിന് 6 മീറ്റർ താഴ്ചയുണ്ട്, ഒരു ഏണിപ്പിടി വെച്ചിട്ടുണ്ട്. സൗകര്യാർത്ഥം നമുക്ക് പോയി അത് കാണാവുന്നേ ഉള്ളൂ. പക്ഷേ അതിനകത്തേക്ക് ഇറങ്ങാനോ തിരിച്ചു കയറാനോ ഞാൻ ശ്രമിച്ചില്ല. അതൊക്കെ ചിത്രീകരിച്ച് വെളിയിൽ വന്ന എനിക്ക് വീണ്ടും നൗഷാദ് ചില വിവരങ്ങൾ തരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാലോ. ഓരോ വിഭാഗം ജന്തുജാലങ്ങളിൽ നിന്നും ഇണകളെ ഈ പെട്ടകത്തിലേക്ക് കയറ്റിയിരുത്തി. നോഹയുടെ ഭാര്യയും മക്കളും ഒന്നും തന്നെ ഇതിൽ പെട്ടകത്തിലേക്ക് കയറാൻ കൂട്ടാക്കിയില്ല. അങ്ങനെയാണ് ആ ഈ പ്രദേശം മുഴുവൻ തന്നെ വലിയ ഒരു വെള്ളപ്പൊക്കത്തിൽ അമരുകയും ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവൻ തന്നെ കൊല്ലപ്പെടുകയും പിന്നെ അവിശ്വാസികളായ ആളുകൾ മുഴുവൻ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. ആ പെട്ടകം എന്ന് പറഞ്ഞാൽ കപ്പല്, അത് അടിഞ്ഞത് വെള്ളം ഇറങ്ങിയപ്പോൾ അടിഞ്ഞത് ഈ കാണുന്ന അറാറത്ത് പർവ്വതത്തിന്റെ മുകളിലാണെന്നാണ് ബൈബിളിൽ പരാമർശിക്കുന്നത്. ഇനി ഇത് തന്നെ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്. നൂഹ് നബിയുടെ ജനത അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിക്കാതിരുന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും അടക്കം അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിക്കാതിരുന്നപ്പോൾ ഇത് തന്നെ ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ദൈവം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കനത്ത 40 ദിവസം നീളുന്ന വെള്ളപ്പൊക്കത്തിൽ സർവ്വജലാചരങ്ങളും നഷ്ടപ്പെട്ടു. ഈ കപ്പലിൽ കയറിയ ജീവികൾ, ഇണകളായി ചേർന്ന ജീവികൾ മാത്രമേ അതിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് ആ കപ്പൽ അടിഞ്ഞത്
തുർക്കിയിലെ തന്നെ ജൂതി മലയിലാണ് എന്ന് ഖുറാനിൽ പറയുന്നു. അല്ലല്ല, അത് ജൂതി മലയും അറാറത്ത് മലയും രണ്ടെണ്ണാണ്. പക്ഷേ രണ്ടും ഏറെക്കുറെ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരേ പർവ്വത നിരയുടെ ഭാഗമാണ്. അറാറത്ത് എന്ന് പറയുന്നത് ഇതാണ്, ജൂതി എന്ന് പറയുന്നത് തുർക്കിയുടെ മറ്റൊരു ഭാഗത്താണ്, തുർക്കിയുടെ കിഴക്കൻ ഭാഗത്തുള്ള മറ്റൊരു പർവ്വതമാണ്. രണ്ടും തുർക്കിയിൽ തന്നെ, ഇതും തുർക്കിയിലാണ് കാണുന്നത്. ഈ അറാറത്തിനെ ചൊല്ലിയാണ് അർമേനിയക്കാരുടെ ഒരു വിശുദ്ധമായ ഒരു പ്രദേശമാണ് അറാറത്ത്. അതുകൊണ്ട് അർമേനിയക്കാർക്ക് അറാറത്ത് നഷ്ടപ്പെട്ടത് തുർക്കിയുമായിട്ടുള്ള ഓട്ടോമൻ തുർക്കിയുടെ കാലഘട്ടത്തിൽ നമ്മൾ അർമേനിയക്ക് നഷ്ടപ്പെട്ട 12 പ്രോവിൻസുകൾ പെട്ട പ്രദേശമാണ് ഇതൊക്കെ. ആ കാണുന്നതാണ് തുർക്കിയുടെ അതിർത്തി. മറ്റു വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ.